മധ്യപ്രദേശിൽ മുഹറം ആഘോഷങ്ങൾക്കിടെ വ്യാപക അക്രമം. ഉജ്ജയിനിൽ അക്രമികൾക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസ് നിശ്ചയിച്ച റൂട്ട് മറികടന്ന് ഘോഷയാത്ര നടത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ കല്ലേറും ഉണ്ടായിരിക്കുന്നു. ഭോപ്പാലിൽ ഉൾപ്പെടെയാണ് മുഹറം ആഘോഷങ്ങൾ അക്രമാസക്തമായത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കാലേക്കൂട്ടി തീരുമാനിച്ചതാണോ ഈ അക്രമങ്ങൾ, അതോ എന്തെങ്കിലും പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണോ? ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? അനിൽ നമ്പ്യാർ, രാജ്യത്തിന്റെ പല ഭാഗത്ത് ഇന്നലെ മുഹറം ഘോഷയാത്രകൾ നടന്നിരുന്നു. മുഹറം ഘോഷയാത്ര നടന്ന സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ സംഘർഷം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ മധ്യപ്രദേശിൽ കുറച്ച് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഉജ്ജയിനിയിൽ അക്രമികൾ അഴിഞ്ഞാടുന്ന കാഴ്ച കാണാൻ സാധിച്ചിരുന്നു. പോലീസ് അവർക്കെതിരെ ലാത്തിചാർജ് നടത്തി. പോലീസ് നിശ്ചയിച്ച റൂട്ട് മറികടന്ന് ഘോഷയാത്ര നടത്തിയതാണ് അവിടെ സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ വ്യാപകമായ കല്ലേറ് നടന്നതിനെ തുടർന്ന് പോലീസിന്റെ കാര്യങ്ങൾ ലാത്തിചാർജിലേക്ക് കൊണ്ടെത്തിക്കേണ്ടി വന്നു. ഭോപ്പാലിൽ ഉൾപ്പെടെ മുഹറം ആഘോഷങ്ങൾക്കിടെ അക്രമമുണ്ടായി എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ഈ മധ്യപ്രദേശിന്റെ കാര്യത്തിൽ മാത്രം സംഘർഷം രൂക്ഷമായിരുന്നു. ശ്രീകാന്ത്, ആർക്ക് നേരെയാണ് അക്രമം അഴിച്ചുവിട്ടത്? ഒരു റൂട്ട് പോലീസ് നിശ്ചയിച്ച് നൽകിയിരുന്നു. ആ റൂട്ട് തെറ്റിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പ്രൊഫഷനുമായി മുന്നോട്ട് പോകാൻ നേരത്ത് പോലീസ് അത് തടഞ്ഞു. തുടർന്ന് പോലീസിന് നേരെയാണ് കല്ലെറിഞ്ഞുകൊണ്ട് അവർ അക്രമം അഴിച്ചുവിട്ടത്. പോലീസിനെയാണ് ടാർഗറ്റ് ചെയ്തത്. തുടർന്ന് പോലീസ് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ലാത്തിചാർജ് നടത്തി കാര്യങ്ങൾ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു. ശേഷം അക്രമം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മധ്യപ്രദേശിൽ മുഹറം ആഘോഷങ്ങൾക്കിടെ വ്യാപക അക്രമങ്ങൾ. ഉജ്ജയിനിൽ അക്രമികൾക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസ് നിശ്ചയിച്ച റൂട്ട് മറികടന്ന് ഘോഷയാത്ര നടത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഭോപ്പാലിൽ ഉൾപ്പെടെയാണ് മുഹറം ആഘോഷങ്ങൾ അക്രമാസക്തമായത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.